ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവ കൊണ്ട് ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ്ങിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെടുക്കുന്ന റവ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത്യാവശ്യം നൈസായിട്ടുള്ളൊരു റവ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തൈരാണ്, അതുപോലെ തന്നെ പുളി കുറവാണ്. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ ഒരു 1/2 കപ്പ് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ തൈര് റവയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. റവയുടെ എല്ലാ ഭാഗത്തേക്കും ഈ തൈര് എത്തുന്ന രീതിയിൽ നമുക്ക് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ ടൈമിൽ തൈരൊക്കെ റവ നല്ലപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 to 20 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തതാണ്. ഒരു സവാളയുടെ പകുതിയാണ്, മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയാണ് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 3 മുട്ടയും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയ മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയൊക്കെ ചെറുതായി തന്നെ മുറിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാള ആണെങ്കിൽ ഒന്നെടുക്കുക, വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് 1 ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ബ്രൗൺ കളറായി എടുക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം രീതിയിൽ നമുക്കിതൊന്ന് ആയി കിട്ടിയാൽ മതി. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറുതായി മുറിച്ചിടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കും. ഇനി ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് സവാളയുടെ ഒരു മസാലയിലൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ തൈരൊക്കെ മിക്സ് ചെയ്ത് വെച്ച റവയാണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇത് ലൂസാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ. ഈ ഒരു പലഹാരം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കാരണം നമ്മളിത് ഓയിലൊന്നുമല്ല ചെയ്തെടുക്കുന്നത്, ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. സ്പൂണിൽ ഇങ്ങനെ കോരിയെടുത്ത് അങ്ങനെ മുറിഞ്ഞ് വീഴുന്ന ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്.
അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെതായി കുറച്ച് ബാക്കിയുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒരിക്കലും കൂടി പോവരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് നല്ലപോലെ ലൂസായി കിട്ടും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വളരെ പ്രയാസമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സോഡാപ്പൊടി ഉപ്പും പാടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ ചെറിയ സ്റ്റീലിൻ്റെ ഒരു ബൗളിലാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക. അപ്പോഴാണ് നമുക്കിന്ന് നമ്മുടെ ആ ഒരു പലഹാരം പെട്ടെന്ന് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ആയി കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, സൈഡിലേക്കൊന്നും ആവാതെ. അപ്പോൾ ഞാൻ കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 ടീസ്പൂണും കൂടി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതായത് ഇതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ബൗളിലും ചെയ്തെടുക്കാം. സ്റ്റീലിൻ്റെ ഗ്ലാസ്സും ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കുക്കായി കിട്ടാൻ ടൈം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമുക്ക് ഈ ഫില്ലിങ്സിൽ മുട്ടയ്ക്ക് പകരം ചിക്കനും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 ബൗളിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കുന്നത് ഒന്ന് ആവി കയറ്റിയിട്ടാണ്. അതിന് ഇത്തിരി തട്ടിൽ ഞാൻ വെള്ളം വെച്ചിട്ട് അങ്ങനെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു 8 to 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് 8 മിനിറ്റാണ് ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും കുക്കാവേണ്ട ടൈം. അപ്പോൾ എത്ര ഉള്ളത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ കൊടുത്താൽ മതി. ഇനി ബാക്കി നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കാനുള്ളൊരു ബാറ്റർ ഉണ്ട്. അതും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് നമ്മുടെ ഒരു പലഹാരം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ പാനിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തിട്ട് കടുകൊക്കെ അങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നീട് നമ്മളിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കരിഞ്ഞു പോകും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലിടാൻ. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കും. അപ്പോൾ കറിവേപ്പിലേക്ക് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ലപോലെ കളർ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പലഹാരം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊക്കെ എരിവാവും. അല്ലാതെ നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചിട്ട് തണുത്തതിന് ശേഷം കൊടുത്താൽ മതി. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ ഈവനിങ്ങിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് വേറെ കറിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാം. നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചുകൊണ്ട് തന്നെ. റവ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പലഹാരം തികച്ചും ഹെൽത്തിയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എണ്ണയിലൊന്നുമല്ല കുക്ക് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ്.
തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.